മോനെ, എടാ നീ എവിടെയാ? മോനെ നീ എങ്ങോട്ടാ പോന്നേ? ഞാൻ പള്ളിയിലേക്ക്. അയ്യോ, ഇന്ന് ട്യൂഷൻ ടീച്ചർ വരുമെന്ന് പറഞ്ഞല്ലേ? പള്ളിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് സമയമുള്ളപ്പോ പോവാം. പോരുന്ന് പഠിക്ക. ജോലി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം പുറകെ വന്നോളൂ. സന്തോഷം, സൗഭാഗ്യം, അങ്ങനെയല്ല. ഇപ്പൊ യൂറോപ്പിൽ ഒരു ജോലി കിട്ടിയ ഇവിടുത്തെ ഡോക്ടർമാരെക്കായ ശമ്പളാന്നാ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ പപ്പ ഗൾഫിലായോണ്ടാ നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടും. മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറും. ഈ പട്ടിക്കാടിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ മോനെ? ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇത് എന്തൊരു നാടാ. ചേച്ചി, അമ്മേ. ചേച്ചി, ഇന്നൊരു ദിവസം എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരാമോ? നീ ആ ചത്തുപോയ വർക്കിയുടെ മോനല്ലേ? ആ കറി വാ. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? തെണ്ണാൻ തീർന്നിട്ട് ഒരു നേരം ഇല്ലല്ലോ. ആ അപ്പുറത്തെങ്ങാണ്ട് തൂമ എടുപ്പുണ്ട്, അത് എടുത്തു പോയി തെങ്ങ് കളിക്ക്. ഇവറ്റകളെ ഒന്നും വിശ്വസിച്ചൂടാ. നമ്മുടെ ഇല്ലാത്തപ്പോ എന്തൊക്കെ എടുത്തോണ്ട് പോകുന്ന ആർക്കറിയാം. ഇവറ്റകളെ പണിയെടുപ്പിച്ച നക്കാപ്പിച്ച് കൊടുത്താൽ മതി. ആഹാ, ഇത് കൊള്ളാലോ. നിനക്കാ ഞാൻ ചോറ് തന്നെ, അല്ലാതെ നിന്റെ വീട്ടുകാരെ മൊത്തം പോറ്റാന്ന് ഞാൻ ഏറ്റിട്ടില്ല. ഏ പോയോ? ഹാ, വേണ്ടെങ്കിൽ പോട്ടെ. മോനെ, ആ ഗേറ്റ് അടിച്ചേക്ക്. കേറി വാ മോനെ. അയ്യേ, ഇതിന്റെ അകത്തേക്കോ? ഇന്നലത്തെ പണിക്കൂലി തരാൻ വന്നതാ. ആരുടെ സൗജന്യം ഞങ്ങൾക്ക് വേണ്ട. അമ്മേ, അയ്യോ മോനെ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ. അയ്യോ, ഹലോ. ഹലോ ചേച്ചി, ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. ചേച്ചിയുടെ മോനൊരു ആക്സിഡന്റ് എന്റെ സംഭവിച്ചു. ദൈവമേ. ഞങ്ങൾ ഉടനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. AB നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ്. ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു, എവിടെയും കിട്ടാനില്ല. ദൈവമേ, ഹലോ ഞാൻ എന്താ ചേച്ചി, കേൾക്കുന്നില്ലേ? ഹലോ. ഹലോ ചേച്ചി, ഇന്നലെ പണയാൻ വന്ന മോന്റെ അമ്മയാണ്. അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. മോന് രക്തം കൊടുക്കാൻ അവനെ അയച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ എന്റെ കൈവിടുകയില്ല. ഈശോയെ. ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. സമ്പത്തും പ്രൗഢിയും നോക്കി ആരെയും വിലയിരുത്തരുത് ചേച്ചി. ഞാൻ അവഹേളിച്ച നിന്റെ രക്തം തന്നെ എന്റെ സ്ഥിരകളിൽ ഒഴുകുവാൻ അനുവദിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തന മഹനീയമാണല്ലേ. നമ്മൾ രണ്ടുപേരും ഒന്നാണ്. കാരണം നിന്റെ രക്തമാണ് എന്റെ ധമനികളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ്. ധനത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഒരാളെയും വിലയിരുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. അതിട്ടും മുട്ടുകയും വരുന്നു. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. ഇതെല്ലാം വെറും ഒരു തോന്നലുകൾ മാത്രമാണ്. മോനെ, ഇനി ആ ഗേറ്റ് അടയ്ക്കണ്ട, എല്ലാവർക്കുമായി തുറന്നിരിക്കട്ടെ. എന്റെ ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. സമ്പത്തിലോ നിറത്തിലോ കാഴ്ചയിലോ ഞാൻ അവനെ വിലയിരുത്തി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ജോലിയും സമ്പത്തുമായാൽ സന്തോഷവും സമാധാനവും
എല്ലാമായെന്ന് ഞാൻ വിചാരിച്ചു. ദാരിദ്ര്യത്തിലും സങ്കടത്തിലും സന്തോഷം അനുഭവിക്കുവാൻ പറ്റുമെന്ന് അവരെന്നെ പഠിപ്പിച്ചു. അവരോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞാൻ ഇതുവരെയും അറിവില്ലാത്തവനായിരുന്നു. എനിക്ക് ബോധ്യങ്ങൾ തരണമേ. അവരെന്നേക്കാൾ എത്രയോ ഉയരത്തിൽ ഞാനെന്ന് മനസ്സിലാകുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അമ്മേ, ഇതുവരെ എനിക്ക് കിട്ടാത്ത സന്തോഷം ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ടമ്മേ. പാവങ്ങളെ ശുശ്രൂഷിക്കുവാൻ എന്നെ അനുവദിക്കുന്നു. നിനക്ക് ഈ ബോധ്യം തന്നത് ജീവിക്കുന്ന ദൈവമാണ്. നിന്റെ വിളി നീ തിരിച്ചു. നിന്റെ വിളി അനുസരിച്ച് വിളനിലത്തിലേക്ക് പോവുക. ഈ ലോകത്ത് നിന്നെയും കാത്ത് ധാരാളം ആളുകൾ കാത്തിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് സംഭവിക്കും. നിങ്ങളുടെ വിളിക്കനുസരിച്ച് ഏത് സാഹചര്യത്തിലും സാക്ഷികളാകുവാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളും.